Hello dear students, let us discuss Human Development Index and related topics in this video. First of all, we will have to discuss economic development. Economic development is a sustainable increase in living standards for a country, typically characterized by increase in lifespan, education levels and income. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള വളർച്ചയെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവ 3 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യം, പിന്നെ എഡ്യൂക്കേഷൻ്റെ ലെവൽസ്, അതുപോലെ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Now let us examine the difference between growth and development. Both growth and development refers to the change over a period of time. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ്, അതുപോലെ വളരെ വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ചേഞ്ചാണ്. അതായത് എയ്തർ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വളർച്ചയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് occurs when positive growth takes place. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. അതായത് ഒരു സിറ്റിയിലെ ജനങ്ങളുടെ എണ്ണം, അതായത് പോപ്പുലേഷൻ 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് ഒരു ടൈം പീരീഡ് കൊണ്ട് വളർന്നു എങ്കിൽ അതേ സിറ്റിയിൽ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ ആളുകളുടെ ഹൗസിംഗ്, പ്രൊവിഷൻ ഓഫ് ബേസിക് നീഡ്സ്, ഇതൊന്നും വർദ്ധിക്കുന്നില്ല എങ്കിൽ ഇതിന് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം അതാണ് വളർച്ചയും ഡെവലപ്മെൻറ്റും വികസനവും തമ്മിലുള്ള വ്യത്യാസം. ഒരു രാജ്യത്ത് എന്തുമാത്രം ക്വാളിറ്റി ഓഫ് ലൈഫ് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് കണക്കാക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ മെഹബൂബുൽ ഹക്കാണ്. ഡോക്ടർ ഹക്ക് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി എക്കണോമിസ്റ്റാണ്. ഡോക്ടർ ഹക്ക് ഹാസ് ഡിസ്ക്രൈബ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് as development that enlarges people's choice and improve their life. ആളുകളുടെ ഇഷ്ടങ്ങളുടെ വർധനവും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരത്തിലുള്ള ഉയർച്ചയുമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് മെഹബൂബുൽ ഹക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ് us discuss the 4 pillars of human development. മറ്റേത് ബിൽഡിങ്ങിനെയും പോലെ തന്നെ 4 പില്ലേഴ്സിലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെൻറ്റ്. ഇക്വിറ്റി റെഫേഴ്സ് ടു മേക്കിംഗ് ഈക്വൽ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു എവറിബഡി. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇക്വാലിറ്റി എന്ന് പറയുമ്പം സമത്വമാണ്. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ കൊടുക്കുന്നതിന് ഇക്വാലിറ്റി എന്ന് പറയും. പക്ഷേ ചില ആളുകൾക്ക് ഒരേപോലെ കിട്ടിയാലും അത് ആക്സസ് ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യാനോ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി ഗുണത്തിൽ വരുത്താനോ കഴിയാതെ പോകും. അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ സംവരണം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫിസിക്കലിയും സോഷ്യലിയും ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് അവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം കൊടുക്കുന്നു, ദളിത്സിന് സംവരണം കൊടുക്കുന്നു, ട്രൈബ്സിന് സംവരണം കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് അവർക്ക് തുല്യത ലഭിച്ചതുകൊണ്ടാകുന്നില്ല. ഇക്വാലിറ്റി അല്ല വേണ്ടത്, ഇക്വിറ്റിയാണ് അവർക്ക് വേണ്ടത്. ഓപ്പർച്യൂണിറ്റീസ് ഒരേപോലെ ലഭിക്കണം, പക്ഷെ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിഭാഗത്തിന് ഒന്നുകൂടെ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ. അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ സസ്റ്റൈനബിലിറ്റി മീൻസ് കണ്ടിന്യൂറ്റി ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സ്ഥിരമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഹ്യൂമൻ ലേബർ പ്രൊഡക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹ്യൂമൻ വർക്കിൻ്റെ ടേംസിലാണ് പ്രൊഡക്ടിവിറ്റി explain ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ്
ടു ഹാവ് പവർ ടു മേക്ക് ചോയ്സസ്. നമ്മൾ വിമൻ എംപവർമെൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതിനെയാണ് എംപവർമെൻ്റ് എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരു വിഭാഗം അംഗമാവുമ്പോൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു ഘടകമാവുമ്പോൾ മാത്രമാണ് എംപവർമെൻറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു മെഷർ a country's overall achievement in its social and economic dimensions. It can be defined as it is a composite statistic of life expectancy, education, and per capita income indicators, which is used to rank the countries into 4 tiers of human development. നമ്മുടെ നേരത്തെ പറഞ്ഞ 4 പില്ലേഴ്സും നേടിയിട്ടുണ്ടോ ഒരു രാഷ്ട്രം എന്ന് ടെസ്റ്റ് ചെയ്യലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, പെർ ക്യാപിറ്റ ഇൻകം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. അതുവഴി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു രാജ്യം കൈവരിച്ചോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇസ് എ മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് വെൽഫെയർ. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എക്സാമിൻസ് 3 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, ഇൻകം ലെവൽസ്. Create an overall score between 0 and 1. 1 indicates high level of economic development, 0 a very low level. ഇതിൻ്റെ ടോട്ടൽ ഓരോന്നും മെഷർ ചെയ്തതിന് ശേഷം ഓരോന്നിനും 0 to 1 വരെയുള്ള പോയിൻറ്റ്സ് കൊടുക്കുന്നു. 0 ആണെങ്കിൽ വെരി ലോ ലെവലാണ്, അതുപോലെ 1 ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഹൈ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എന്തിനാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് വഴി രാജ്യങ്ങളെ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹെൽത്താണ്. ദ ഇൻഡിക്കേറ്റർ ചോസൺ ടു ആക്സസ് ഹെൽത്ത് ഇസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് ദ ബർത്ത്. ജനിക്കുന്ന നവജാത ശിശുവിൻ്റെ ആയുർദൈർഘ്യം കണക്കാക്കിക്കൊണ്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്ന് നോക്കുന്നത്. ഹയർ ലൈഫ് എക്സ്പെക്റ്റൻസി മീൻസ് ദാറ്റ് പീപ്പിൾ ഹാവ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ലിവിങ് ലോങ്ങർ ആൻഡ് ഹെൽത്തിയർ ലൈഫ്സ്. ഒരുപാട് ആയുർദൈർഘ്യം കൂടുതലാണെങ്കിൽ ആളുകൾക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള കൂടുതൽ ജീവിതകാലം ഉണ്ട് എന്നതിൻ്റെ ബേസിസിൽ അവിടെ നല്ല ഒരു ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് ഉള്ളത് എന്ന് നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് കണക്കാക്കാം. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. എത്രമാത്രം അഡൽട്ട് ലിറ്ററസി റേറ്റ് ഉണ്ട്, അതുപോലെ ദ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഈ 2 കാര്യങ്ങളുടെയും ബേസിസിലാണ്. അതായത് എത്ര പ്രായപൂർത്തിയായ ആൾക്കാർ, എത്ര പേര് എഴുത്തും വായനയും അറിയുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ ചേർക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ റേഷ്യോ. ഇതൊക്കെ നോക്കിയിട്ടാണ് എഡ്യൂക്കേഷൻ ഉണ്ടോ എന്നുള്ളത്, എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ദ നമ്പർ ഓഫ് അഡൽട്ട്സ് who are able to read and write and the number of children enrolled in schools show how easy or difficult it is to access knowledge in a particular country. ഒരു രാജ്യത്ത് എത്രമാത്രം എളുപ്പമാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് എന്ന് ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ആക്സസ് ടു റിസോഴ്സസ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ ഇൻ US dollars. അതായത് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് ഡോളറിൻ്റെ ബേസിസിലാണ് കണക്കാക്കപ്പെടുന്നത്. അതിനെയാണ് ആക്സസ് ടു റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഓക്കെ, നൗ ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനം എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇസ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റീസ് മസ്റ്റ് ലിവ് ആൻഡ് മീറ്റ് ദെയർ നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. മനുഷ്യ സമൂഹം തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവൃത്തിയാക്കുകയും അതേസമയം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുകയും ചെയ്യുന്നിടത്താണ് സുസ്ഥിര വികസനം എന്ന ആശയം നടപ്പാക്കുന്നത്. Specifically, sustainable development is a way of organizing society so that it can exist in a long term. അതായത് നമുക്കറിയാം സൊസൈറ്റി കണ്ടിന്യൂസ് ആവുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടും തിയറീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം സുസ്ഥിര വികസനം എന്ന ആശയം നടപ്പിലാക്കിയേ പറ്റൂ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, 2015 UN മെമ്പർ സ്റ്റേറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. 17
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആളുകളുടെയും അതുപോലെ തന്നെ ഭൂമിയുടെയും ഒക്കെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരെടുത്ത തീരുമാനങ്ങളാണിതൊക്കെ. അപ്പം എല്ലാ മെമ്പർ കൺട്രീസും ഈ ഒരു ഗോൾസ് പ്രാവർത്തികമാക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതൊക്കെ തീരുമാനം അവരെടുക്കുകയാണ്. അത് 2015 ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. There are 17 sustainable development goals and they are no poverty, zero hunger, good health and well-being, quality education, gender equality, clean water and sanitation, affordable and clean energy, decent work and economic growth, industry innovation and infrastructure, reduced inequalities, sustainable cities and communities, responsible consumption and production, climatic action, life below waste, life on land, peace, justice and strong institutions, and partnership for the goals. ഇത് 2030 പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആക്ഷനിൽ വരുത്തണം എന്നുള്ളൊരു രീതി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്താണെന്നും കൂടെ നോക്കാം. The member states unanimously adopted the Millennium Declaration at the Millennium Summit in September 2000 at UN headquarters in New York. The summit led to the elaboration of 8 Millennium Development Goals to reduce extreme poverty by 2015. 2015 എക്സ്ട്രീം പോവേർട്ടി റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു 2000 എടുത്തിട്ടുള്ള മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് ശേഷമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ് us examine which are the Millennium Development Goals. There are 8 Millennium Development Goals: eradicate extreme poverty and hunger, achieve universal primary education, promote gender equality and empower women, reduce child mortality, improve maternal health, combat HIV, AIDS, malaria and other diseases. Last one is ensure environmental sustainability. This is the pictorial representation of Millennium Development Goals. So hereby we are winding up our session. Thank you for watching.